കലോത്സവ വേദിയിലെ രുചിക്കൂടിന്റെ കലവറയായ പഴയടത്തിന്റെ രുചിയിടത്തിലേക്കാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. നമുക്കതിന്റെ കൂടുതൽ കാഴ്ചകൾ കാണാം. ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം വീണ്ടും തലസ്ഥാന നഗരം കലോത്സവ വേദിയായിരിക്കുകയാണ്. അപ്പം ഇവിടെ വന്നപ്പോഴുള്ള ഒരു അനുഭവം എങ്ങനെയാണ്? 2014 ഇതിനു മുൻപ് തിരുവനന്തപുരത്ത് സംസ്ഥാന സ്കൂൾ കലോത്സവം നടന്നത്. അപ്പോൾ അതിനുശേഷം ഒരുപാട് വ്യത്യാസം വന്നു. അന്ന് നമ്മളിവിടെ തൈക്കാട് പോലീസ് പരേഡ് ഗ്രൗണ്ടായിരുന്നു. ഇതിപ്പോൾ പുത്തിരിക്കണ്ടം മൈതാനത്തിൻ്റെ പഴയ ചായക മാറിയിരിക്കുന്ന കമ്മ്യൂണിസ്റ്റ് അതിലൊക്കെ ചെന്ന് വളരെ വൃത്തിയാക്കിയിട്ടുണ്ട്. വളരെ ഹൈജീനിക് ആയിട്ടുള്ള വളരെ വൃത്തിയായിട്ടുള്ള അന്തരീക്ഷവും പരിസരവും ആയതുകൊണ്ട് ഞങ്ങൾക്ക് ഒരു ദിവസം നന്നായിട്ട് പണിയെടുക്കാൻ പറ്റുമെന്ന് തോന്നുന്നു. ഇപ്പം നമ്മളോടൊപ്പം ഉള്ളത് ഭക്ഷണ കമ്മിറ്റിയുടെ ജോയിന്റ് കൺവീനറാണ്. നമുക്ക് അതിൻ്റെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് കടക്കാം. അപ്പോൾ എത്ര പേർക്കുള്ള ഭക്ഷണമാണ് ഇവിടെ ദിവസവും? 20,000-ഓളം വരുന്നവർ, 15,000-നും 20,000-ഓളം വരുന്നവർ ഉച്ചഭക്ഷണം കഴിക്കാൻ എത്തുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുകയാണ്. അത്രയ്ക്കുള്ള ആഹാരം റെഡിയായി കഴിഞ്ഞു. അതിന് ഓരോ കൗണ്ടറുകളിലേക്കും വിളമ്പുന്നതിന് ആവശ്യമായ ആൾക്കാരെല്ലാം വിന്യസിച്ച് കഴിഞ്ഞു. എല്ലാം സ്മൂത്തായി തുടങ്ങി. എല്ലാം നന്നായിട്ട് പോകുന്നുണ്ട്. നന്നായി പോകുന്നു. ഇപ്പോൾ എങ്ങനെയാണ് ഇവിടുത്തെ തിരക്കും കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ട് ആദ്യ ദിവസം? ഇപ്പം തിരക്കായി തുടങ്ങിയില്ല. സമയം അങ്ങനെ ആകുന്നതല്ലേ ഉള്ളൂ. പിന്നെ പൊതി നമ്മൾ പാഴ്സൽ വേണമെന്ന് പറഞ്ഞിട്ടാണ് ഇത്തിരി ഒരുങ്ങി നിൽക്കുന്ന കുട്ടികൾക്ക് വേണമെന്നുള്ള ആവശ്യക്കാരുണ്ടാവുന്നത്. ഒരു പാഴ്സൽ സംവിധാനവും ഉണ്ട്. പാഴ്സൽ സംവിധാനം പ്രവർത്തിക്കുന്നുണ്ട്. പല കൗണ്ടറിലെ ജഡ്ജസ് അവിടെ സ്റ്റേജ് പ്രോഗ്രാം ഇരിക്കുന്നവർക്ക് വേണ്ടിയുള്ള ഒരു പാഴ്സൽ സംവിധാനം അതിനോട് കുട്ടികൾക്ക് കുറച്ചൊക്കെ കൊടുക്കുന്നു. അപ്പോൾ എത്ര മണിക്കാണ് ഇവിടെ കാര്യങ്ങളെല്ലാം തുടങ്ങിയിട്ടില്ല. ഇങ്ങനെ ഇവിടെ പ്രത്യേകിച്ച് രാവിലെ തുടങ്ങുന്ന ഒരു സമയമൊന്നും ഇല്ല. രാത്രി മുഴുവൻ ഉണർന്നിരിക്കുന്ന ഒരു അവസ്ഥയിലുള്ളത്. എല്ലാവരും രാത്രി ഉണർന്ന് തന്നെയായിരുന്നു. കുട്ടികളും അതുപോലെയാണ്. സ്കൂളിൽ അല്ല, അത് ഈ പാചകപ്പുരയ്ക്കകത്ത് നമ്മൾ സ്കൗട്ട്സ് ആൻഡ് ഗൈഡ്സിനെയാണ് പൂർണ്ണമായി നിയോഗിച്ചിരിക്കുന്നത്, വോളണ്ടിയറായിട്ട്. പിന്നെ BEd സെന്ററുകളിൽ 12ഓളം BEd സെന്ററുകളിലെ കുട്ടികൾ എത്തിയിട്ടുണ്ട്. പിന്നെ നമ്മുടെ KSC പ്രവർത്തകർ 12 സബ് ജില്ലകളാണ്. അവർക്ക് ഡിവൈഡ് ചെയ്ത് ഡ്യൂട്ടി അസൈൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിന് അങ്ങനെ ഓരോരുത്തരും എത്തിയിട്ടുണ്ട്. അതിന് ഓരോ കൗണ്ടറിലും ഒരു 30-35ഓളം വരുന്ന ആളുകൾ ഈ ഭക്ഷണം ഇങ്ങനെ ക്യാരി ചെയ്ത് കൊണ്ടുപോകുന്നതിനും വിളമ്പുന്നതിനായിട്ടുള്ള എണ്ണം വെച്ചിട്ട് ക്രമീകരിച്ചുകൊണ്ട് ഒരു 380ഓളം പേര് ഈ കൗണ്ടറുകളിൽ വിളമ്പൽ ഡ്യൂട്ടി നിർവഹിക്കുന്നുണ്ട്. പിന്നെ അല്ലാതെ നമ്മുടെ പ്രവേശന കവാടത്തിൽ ഹരിതസേനയിലുണ്ട്, വേസ്റ്റ് മാനേജ്മെന്റിലെ കുട്ടികൾ വോളണ്ടിയർമാരായിട്ടുണ്ട്. ഇങ്ങനെ തുടങ്ങി എല്ലായിടത്തും പിന്നെ പാഴ്സൽ കൗണ്ടറിൽ വോളണ്ടിയർമാരായിട്ടുള്ള കുട്ടികളും അടുത്ത്. പിന്നെ നമ്മുടെ നെഫസിറ്റി സംഘടനകളുണ്ടല്ലോ, സർവീസ് സംഘടനകളിലെ മുഴുവൻ പേരും ഭയങ്കര സപ്പോർട്ടിംഗ് ആയിട്ട് നമ്മുടെ കൂടെ വന്നിട്ടുണ്ട്. NGO യൂണിയന്, KGN, KGOA തുടങ്ങി PSC, യൂണിവേഴ്സിറ്റി എംപ്ലോയീസ് അങ്ങനെ KGNDO എന്നൊക്കെ തുടങ്ങി മുഴുവൻ പേരും ഇങ്ങനെ എത്തുന്ന ഒരു അവസ്ഥയുണ്ട്. എല്ലാവരും നമുക്ക് ഭയങ്കര സപ്പോർട്ടീവായി നൽകുന്നത് നമുക്ക് നല്ല എനർജിയാണ്. വളരെ വിജയകരമായിട്ട് തന്നെ മുന്നോട്ട് പോകുന്ന ഒരു അവസ്ഥയാണ്. പിന്നെ വളരെ സന്തോഷം. കുട്ടികൾ എന്താണ് പറയുന്നത്? നല്ല ഹാപ്പിയാണ്. ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു പ്രോഗ്രാമിന് വരുന്നത്. പിന്നെ ഹാപ്പിയാണ്. ഓക്കെ. അപ്പോൾ എപ്പോഴെത്തി? രാവിലെ എത്തി. അപ്പോൾ ഏത് സ്കൂളിൽ നിന്നാണ് വരുന്നത്? എനിക്ക് ധനുവച്ചപുരം സ്കൂളിൽ നിന്നാണ് വരുന്നത്. ഓക്കെ. ഇപ്പോൾ എന്താണ് ആദ്യമായിട്ടാണോ? ആദ്യമായിട്ടാണ്. അപ്പോൾ അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് ഹാപ്പിയാണ്. ഓക്കെ. അപ്പോൾ നിങ്ങളുടെ ഡ്യൂട്ടി എത്ര മണി വരെയാണ് ഇവിടുത്തെ ഡ്യൂട്ടി ടൈം? ഏകദേശം 5:30 വരെയാണ് ഡ്യൂട്ടി ടൈം. എന്നിട്ട് നാളെയും ഇതുപോലെ രാവിലെ വന്ന് വീണ്ടും 5 വരെ. സന്തോഷമാണ്. ഓക്കെ. നിങ്ങളത്തെ സ്കൂളിലാണ്? നിങ്ങളെല്ലാവരും ഒരു സ്കൂളിനെ പ്രതിനിധീകരിച്ച് വന്ന കുട്ടികളാണ്. അപ്പോൾ ആദ്യമായിട്ടാണ് ഒരു പാർട്ടിസിപ്പൻ്റായിട്ട് വരാൻ പറ്റിയില്ലെങ്കിലും ഇവിടെ ഗൈഡിൻ്റെ ഭാഗമായിട്ട് എത്താൻ സാധിച്ചത് വളരെ സന്തോഷമുണ്ട്. ഭാഗ്യമായിട്ട്. ഓക്കെ. നിങ്ങൾക്കും എല്ലാവർക്കും സന്തോഷമാണ്? ഫസ്റ്റ് പ്രൈസ് കൊടുക്കുന്നത് 71 സെന്റ് സ്ഥലവും അതിൽ ഉൾപ്പെടുന്ന 13,400 സ്ക്വയർ ഫീറ്റ് കൊമേഴ്സ്യൽ കം റെസിഡൻസ് ബിൽഡിങ്ങും അതിൽ വരുന്ന AC 64 ക്യാമറകൾ, സോളാർ ഇൻവെർട്ടറുകൾ, അങ്ങനെ എല്ലാം ഉൾപ്പെടുത്തി ആണ് നമ്മൾ ഫസ്റ്റ് പ്രൈസ് കൊടുക്കുന്നത്. സെക്കൻഡ് പ്രൈസ് ഒരു സെക്കൻഡ് ഹാൻഡ് ഇനോവ ആണ് കൊടുക്കുന്നത്.
തേർഡ് പ്രൈസ് ആയിട്ട് കൊടുക്കുന്നത് സെക്കൻഡ് ഹാൻഡ് ആൾട്ടോ കാറ്. ഫോർത്ത് പ്രൈസ് നമ്മളൊരു സ്കൂട്ടറാണ് കൊടുക്കുന്നത് സെക്കൻഡ് ഹാൻഡ്. ഫിഫ്ത്ത് പ്രൈസ് 5 പേർക്ക് ഗോൾഡ് കോയിനാണ് കൊടുക്കുന്നത്. 25,000 ടോക്കണാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഒരു ടോക്കൺ 2,500 രൂപയാണ്. എല്ലാവരും മാക്സിമം ടോക്കൺ എടുത്ത് സഹകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു.